LPG വില വർധനയ്ക്ക് പിന്നാലെ ഇന്ധന വില വർധന ആശങ്കയുണ്ടാവുകയാണ്. ആളുകൾ ഇന്ധനം സംഭരിക്കുന്നു. ഇന്ധന പൂഴ്ത്തിവെപ്പ് തടയാൻ അഭ്യർത്ഥിച്ച് പെട്രോളിയം കമ്പനികൾ. ഡൽഹിയിൽ LPGക്ക് പുതിയ നിരക്ക് 3113 കൊൽക്കത്തയിൽ 3225 ഇതിന്റെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇന്ധനവില കൂടുമെന്നുള്ള ഒരു ആശങ്കയിൽ ആളുകൾ ഇങ്ങനെ ഇന്ധനം സംഭരിക്കുന്നത്. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ചു മുമ്പ് ഈ തരത്തിൽ ആളുകൾ ഇന്ധനം സംഭരിക്കുന്നതും പമ്പിലൊക്കെ വലിയ ക്യൂ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ നമ്മളത് കണ്ടില്ലെങ്കിൽ പോലും. പക്ഷെ ഇങ്ങനെ പെട്ടെന്നാണ് അടിക്കടി വില ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നിലവിൽ എന്തൊക്കെ നടപടികൾ, പൂഴ്ത്തിവെപ്പൊക്കെ പരിശോധിക്കാൻ വേണ്ടി എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്? അക്ഷയ, നിലവിലെ സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ ഇന്നും മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ LPGയുടെ വില എന്ന് പറയുന്നത് ഈ വർഷം ആദ്യം ഉണ്ടായിരുന്ന തുകയുടെ ഇരട്ടിയോളമാണ് ഇന്നുകൂടി പുതുക്കിയപ്പോൾ, അല്ലെങ്കിൽ ഇന്നുകൂടി വർധന വരുത്തിയതോടുകൂടി ഇപ്പോൾ LPG സിലിണ്ടറിന്റെ വില എത്തി നിൽക്കുന്നത് 1100 രൂപയിൽ നിന്നാണ് ഇപ്പോൾ ഏകദേശം 3200 രൂപയ്ക്ക് അടുത്തേക്ക് ഇന്ന് ഈ LPG സിലിണ്ടറിന്റെ വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില കുതിച്ചെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് രാജ്യത്ത് ഇന്ധനവില വർധന ഉണ്ടാകുമെന്ന ആശങ്ക ഉടലെടുത്തിട്ടുള്ളത്. ആളുകൾ പാത്രങ്ങളിലും അതോടൊപ്പം തന്നെ വാഹനങ്ങളിലുമായി ഇത്തരത്തിൽ കൂടുതൽ ഇന്ധനം, ആവശ്യത്തിൽ കൂടുതൽ ഇന്ധനം നിറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും ഈ പുതുക്കിയ LPG വില വന്നതിന് പിന്നാലെ പെട്രോൾ പമ്പുകളിൽ വലിയ ക്യൂവും രൂപപ്പെട്ടിട്ടുണ്ട്. രാജ്യ തലസ്ഥാനത്ത് അത്തരം ഒരു സാഹചര്യമില്ല. പക്ഷേ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഗ്രാമീണ മേഖലകളിലും സമാനമായ നിലയിൽ ഇത്തരത്തിൽ ആളുകൾ കൂടുതൽ ആവശ്യക്കാരായി വന്നതോടുകൂടിയാണ് ഇപ്പോൾ പെട്രോളിയം കമ്പനികൾക്ക് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നത്. രാജ്യത്ത് ഇന്ധനവില ഇനി കൂടാൻ, ക്ഷാമം മൂലം ഇന്ധനവില കൂടാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ പാനിക് ബൈയിങ് അവസാനിപ്പിക്കണമെന്നാണ് പെട്രോളിയം കമ്പനികൾ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ആശങ്കയുടെ പുറത്ത് കൂടുതൽ ഇന്ധനം വാങ്ങി സംഭരിച്ച് അത് പൂഴ്ത്തിവെപ്പിനും കരിഞ്ചന്തയ്ക്കും വഴിയൊരുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം ഒരു സമീപനത്തിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ പെട്രോളിയം കമ്പനികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു നിരക്ക് കൂടി വർദ്ധിപ്പിച്ചതോടെ ഡൽഹിയിലെ പുതിയ വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ പുതിയ നിരക്ക് എന്ന് പറയുന്നത് 3113 രൂപ 50 പൈസയായിട്ടുണ്ട്. കൊൽക്കത്തയിലെ പുതിയ നിരക്ക് എന്ന് പറയുന്നത് 3225 രൂപ 50 പൈസയും ആയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ LPG കണക്ഷൻ ഇല്ലാത്ത കുടിയേറ്റ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ആശ്വാസം എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരുന്ന 5 കിലോ സിലിണ്ടറിന്റെ വിലയിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. 11 രൂപയാണ് സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത്. ഇതോടുകൂടി 5 കിലോ സിലിണ്ടർ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര എണ്ണ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ സെസ് ഒക്കെ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ധനവില വർധനവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? നേരത്തെ അങ്ങനെ പ്രതീക്ഷിക്കണം എന്നുള്ളതായിരുന്നു വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും വേണ്ടിവരും. കാരണം മെയ് 15 മുതലാണ്, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മെയ് 15 മുതലാണ് ഇത്തരത്തിൽ ഇന്ധനവിലയിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത്. 4 തവണയായി ഏകദേശം 6 രൂപയാണ് പെട്രോളിന്റെ വിലയിൽ ഉണ്ടായ വർധനവെന്ന് പറയുന്നത്. പക്ഷേ ഈ യുദ്ധം കൊണ്ടുവന്ന പ്രതിസന്ധി മറികടക്കണമെങ്കിൽ 1 ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് 12 രൂപയെങ്കിലും നിലവിലെ നിരക്കിൽ നിന്ന് കൂട്ടിയാൽ മാത്രമേ ലാഭവും നഷ്ടവും ഇല്ലാത്ത ബ്രേക്ക് ഇവൻ പോയിന്റിലേക്ക് എത്തൂ എന്നാണ് കമ്പനികൾ തന്നെ അവകാശപ്പെട്ടിരുന്നത്. ഈ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അതായത് 6 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ശേഷിക്കുന്ന 6 രൂപ കൂടി ഏറ്റവും കുറഞ്ഞത് വർദ്ധിപ്പിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അത് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുമോ, അല്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ഘട്ടം ഘട്ടമായി 1 രൂപയും 2 രൂപയുമായി തന്നെ വർദ്ധിപ്പിക്കുമോ എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായി വില വർധന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ, ആശങ്കയിൽ ആളുകൾ ഇന്ധനം സംഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.